നോക്കൂ നിങ്ങൾ, 450 വർഷക്കാലം അഗ്നിവേശ വിരുദ്ധ പോരാട്ടം നടത്തിയ ഒരു മണ്ണ്. ആ മണ്ണിലാണ് 921 ഏറ്റവും വലിയ പോരാട്ടമായിട്ടുള്ള മലബാർ സമരം ഉണ്ടായത്. അതിൽ തകർന്നു പോയ ഒരു ജനത. ആ ജനതയാണ് 947 വിഭജനത്തിന്റെ വേട്ടയാടലിന് ഇരയായിട്ടുള്ള ഒരു ജനത. അവിടെയാണ് ഒരു പതാക ഇടം പിടിക്കുന്നത്. നോക്കൂ നിങ്ങൾ, സ്വതന്ത്ര ഇന്ത്യയിൽ പ്രിയങ്കരനായ മോഹൻദാസ് കരൺചന്ദ് ഗാന്ധി എന്ന എന്റെയും നിങ്ങളുടെയും പ്രിയപ്പെട്ട ബാപ്പുജി, അദ്ദേഹത്തിന്റെ മരണം എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് ചോദിച്ചാൽ, നേരത്തെ നജീബ് പറഞ്ഞ പാകിസ്ഥാൻ ഉണ്ടായി, ഇപ്പുറത്ത് ഇന്ത്യ ഉണ്ടായി. ഇന്ത്യയിലെ ന്യൂനപക്ഷ സമൂഹം അവർ പാകിസ്ഥാനിലേക്ക് പോകണം എന്ന് പറഞ്ഞ് സംഘപരിവാറുകാരൻ ആയുധമെടുത്തുകൊണ്ട് ഒരു സമുദായത്തെ നിരന്തരമായി വേട്ടയാടി ആക്രമിച്ചു കൊണ്ടിരിക്കുമ്പോ അരുതെന്ന് പറഞ്ഞ ഗാന്ധിയെ അതേ സംഘപരിവാറുകാരനായ ഇന്ത്യക്കാരൻ വെടിവെച്ച് കൊന്നു. കാരണം അവർക്ക് ഇന്ത്യയെ ഹിന്ദുത്വ രാജ്യമാക്കണമായിരുന്നു. അതിന് ഗാന്ധി ഒരു തടസ്സമായിരുന്നു. ബ്രിട്ടീഷുകാരന്റെ തോക്കുകൾ ഗാന്ധിയുടെ നെഞ്ചകത്തിലേക്ക് വെടിയുതിർക്കാൻ ഭയപ്പെട്ടപ്പോ ഇന്ത്യക്കാരനായ ഗോഡ്സെയുടെ തോക്കിൽ നിന്ന് ഗാന്ധിയുടെ നെഞ്ചകത്തിലേക്ക് വെടിവെച്ചു. ഗാന്ധിയെ കൊന്നുകളഞ്ഞു. അങ്ങനെ അവസാനം ഗാന്ധി വന്നപ്പോ ഗാന്ധിയെയും വകവരുത്തി ഒരു സമുദായം അനാഥമായി നിന്ന ഒരു നാട്. അനാഥമായി നിന്ന സമുദായത്തിന്റെ ഭയപ്പാടിൽ നിന്ന് സമ്പത്തുള്ളവർ മുഴുവൻ ഈ സമുദായത്തെ ഉപേക്ഷിച്ച് നാട് വിട്ടുപോയി. വിദ്യാസമ്പന്നർ മുഴുവൻ അവർക്ക് കിട്ടാവുന്നതെല്ലാം പെറുക്കിയെടുത്ത് ഈ നാട് വിട്ടുപോയി. അനാഥമായ ഒരു ജനത. ആ ജനതയെക്കുറിച്ച് കണക്കുകൾ പറഞ്ഞത് മലബാറിലെ മാപ്പിള സമൂഹത്തിന്റെ അക്ഷര വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ 4% എന്ന് കണക്കുകൾ സൂചിപ്പിക്കുകയാണ്. 4% അക്ഷര വിദ്യാഭ്യാസമുള്ള ഒരു മാപ്പിള സമൂഹമാണ് മലബാറിൽ ഉണ്ടായത്. 100 പേരുണ്ടായാൽ 4 പേർക്ക് മലയാളം വായിക്കാം. അത്രമേൽ തകർന്നു പോയ ഒരു ജനതയായി മലബാറിലെ ജനത നിൽക്കുമ്പോ 1948 ജനുവരി 1948 മാർച്ച് 10 ലീഗ് ഉണ്ടാക്കാൻ കായികമില്ലത്ത് തീരുമാനിക്കുന്നു. എന്നിട്ട് അഭിമന്യനായ കായികമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ 2 യാത്രകൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഒന്നാമത്തെ യാത്ര ലീഗ് ഉണ്ടാക്കിയിട്ട് ഹൈദരാബാദിലെ നൈസാമിന്റെ തലമുറയിലേക്ക്, നൈസാമിന്റെ നഗരത്തിലേക്ക് അഭിമന്യനായ കായികമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ ഒരു യാത്രയാണ്. ആ യാത്രയിൽ ഹൈദരാബാദിലെ നൈസാമിലെത്തിയിട്ട് ആ നൈസാമിന്റെ പിന്തലമുറക്കാരുടെ മണ്ണിലെത്തിയിട്ട് കായികമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് പറയുന്നുണ്ട്, ഒരു ഇന്ത്യക്കാരനായി, ഒരു നല്ല മുസൽമാനായി അഭിമാനത്തോടു കൂടി ഈ രാജ്യത്ത് ജീവിക്കാൻ നിങ്ങൾ ഈ പതാകയൊന്ന് മുറുകെ പിടിക്ക്. എന്ന വിശുദ്ധ ഖുർആനിക വാക്യത്തെ അഭിമന്യനായ കായികമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഹൈദരാബാദിലെ സമ്പന്ന മുസ്ലിം സമൂഹത്തിന് മുമ്പിൽ അത് പറഞ്ഞുകൊണ്ട് ആ പതാകയെ കൊടുത്തു. ആരാണ് ഹൈദരാബാദിലെ മുസൽമാൻ? ഹൈദരാബാദിലെ അന്നത്തെ മുസൽമാൻ ഇന്ത്യ വിലക്ക് വാങ്ങാവുന്ന സമ്പത്തുള്ള മുസൽമാനാണ്. അവർ കായികമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനോട് പറഞ്ഞ മറുപടി ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ഇസ്മായിൽ, ഈ പതാകയുമായി നിങ്ങൾ മടങ്ങിപ്പോയിക്കൊള്ളുക. ഞങ്ങൾക്ക് ഈ പതാക വേണ്ട, ഞങ്ങൾക്ക് ഈ രാഷ്ട്രീയം വേണ്ട. പിന്നെയോ, ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു അവകാശം ഈ രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിൽ നിന്ന് ഞങ്ങൾക്ക് ആവശ്യമായി വന്നാൽ ഇന്ത്യ ഭരിക്കുന്ന ഭരണകൂടത്തിന് പണം കൊടുത്തു വാങ്ങാൻ ഞങ്ങളുടെ കയ്യിൽ സമ്പത്തുണ്ട്. ഈ പതാക ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് മടക്കി അയച്ച കായികമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അദ്ദേഹത്തിന്റെ 2ാമത്തെ യാത്ര ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അത് കോഴിക്കോട്ടേക്കാണ്. കോഴിക്കോട്ടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് അതേ ഇസ്മായിൽ സാഹിബ് 2ാമതൊരു യാത്ര നടത്തുകയാണ്. ആ യാത്ര ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നു. ആ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ആയിരങ്ങൾ തടിച്ചുകൂടിയത് അഭിമന്യനായ നേതാവിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പൂമാല അണിയിച്ച് മലബാറിന്റെ മണ്ണിലേക്ക് സ്വീകരിക്കാനായിരുന്നില്ല. പിന്നെയോ, ചെരുപ്പുമാല അണിയിച്ച് ഒരു ഇസ്മായിൽ ലീഗ് ഉണ്ടാക്കാൻ ഈ മലബാറിലേക്ക് വന്നാൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കാലുകുത്തിയാൽ അതേ റെയിൽവേ സ്റ്റേഷനിൽ ചെരുപ്പുമാല അണിയിച്ച് ഇസ്മായിലിനെ അതേ ട്രെയിനിൽ ഞങ്ങൾ വണ്ടി കയറ്റിവിടും മംഗലാപുരത്തേക്ക് എന്ന് പ്രഖ്യാപിച്ച ഒരു പറ്റം ആളുകൾക്കിടയിലേക്കാണ് അഭിമന്യനായ ഇസ്മായിൽ സാഹിബ് വരുന്നത്. നമുക്കറിയാം, മഞ്ചേരി ഗുരുക്കന്മാർ അവരുടെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ ആവേശഭരിതമായി ആ ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് സാഹസികമായി അഭിമന്യനായ ഇസ്മായിൽ സാഹിബിനെ മലബാറിലേക്ക് സ്വീകരിച്ചു വരുത്തി എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. ആ ഇസ്മായിൽ സാഹിബ് എന്താണോ ഹൈദരാബാദിലെ സമ്പന്ന മുസ്ലിം സമൂഹത്തോട് പറഞ്ഞത്, അതുതന്നെ മലബാറിലെ മാപ്പിള സമൂഹത്തോട് പറഞ്ഞു. നിങ്ങൾ ഈ പതാകയൊന്ന് മുറുകെ പിടിക്ക്. ഒരു അഭിമാനമുള്ള മുസൽമാനായി, അഭിമാനമുള്ള ഇന്ത്യക്കാരനായി നമുക്ക് ഈ മണ്ണിൽ ജീവിക്കണം.
നിങ്ങൾ ഈ കൊടിയൊന്ന് മുറുകെ പിടിക്കുകയെന്ന് പാവപ്പെട്ട മലബാറിലെ ഏറനാടിന്റെയും വള്ളുവനാടിന്റെയും പാടവരമ്പത്ത് പണിയെടുക്കുന്ന കർഷക തൊഴിലാളിയായിട്ടുള്ള പാവപ്പെട്ട ഇവിടുത്തെ മാപ്പിളയോട് പറഞ്ഞപ്പോ ചേറുമണക്കുന്ന കരങ്ങൾ കൊണ്ട് ഈ പച്ച പതാകയെ മാറോട് ചേർത്ത് വെച്ചപ്പോഴാണ് 78 വർഷങ്ങൾക്കിപ്പുറം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം പാകിസ്ഥാനുമായി ഒരു പോരാട്ടത്തിൽ ഏർപ്പെടുമ്പോ ആര് പോകണം ഈ രാജ്യത്തിന്റെ മറ്റു രാജ്യങ്ങളോട് ഈ രാജ്യത്തിന്റെ പ്രതിനിധിയായി സംസാരിക്കാനെന്ന് പറയുമ്പോ ടി മുഹമ്മദ് ബഷീർ പോകട്ടെ എന്ന് ചരിത്രം പറയുമ്പോ ആ ചേറുമണക്കുന്ന കരങ്ങൾ കൊണ്ട് നമ്മൾ മുറുകെ പിടിച്ച പതാകയുടെ നായകനാണ് ഈ രാജ്യത്തിന് വേണ്ടി മറ്റു രാജ്യങ്ങളോട് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അത് ചരിത്രത്തിന്റെ മനോഹാരിതയാണ്. അത് ചരിത്രത്തിന്റെ മനോഹാരിതയാണ്. സമ്പത്തുള്ളവൻ തള്ളിക്കളഞ്ഞ പതാകയെ, സമ്പത്തുള്ളവൻ വേണ്ടെന്ന് പ്രഖ്യാപിച്ച പതാകയെ ഈ മലബാറിലെ പാവപ്പെട്ട ഏറനാടിന്റെയും വള്ളുവനാടിന്റെയും പാടവരമ്പത്ത് പണിയെടുക്കുന്ന പാവപ്പെട്ട കർഷക തൊഴിലാളി ചേറുമണക്കുന്ന കരം കൊണ്ട് ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് അഭിമന്യനായ കൈതമിലത്തിനോട് പറഞ്ഞു, അങ്ങ് പറഞ്ഞ മുദ്രാവാക്യത്തെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു, അങ്ങ് പറഞ്ഞ കൊടിയെ ഞങ്ങൾ ഈ മണ്ണിൽ ആഴ്ത്തിവെക്കുന്നു എന്ന് 48ന്റെ കൂരിരുട്ടിൽ അഭിമന്യനായ കൈതമിലത്തിനോട് മറുപടി പറഞ്ഞത് എന്റെയും നിങ്ങളുടെയും കാരണവന്മാരാണ്. അങ്ങനെയാണ് ഈ പതാക ഈ മണ്ണിൽ താഴ്ന്നിറങ്ങിയത്. അന്ന് ആരംഭിച്ചതാണ് ഈ മണ്ണിൽ ഇരുട്ടിൽ അകപ്പെട്ടു പോയ ഒരു സമൂഹത്തോട്, 4% മാത്രം അക്ഷര വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹത്തോട്, സമ്പത്തുള്ളവൻ ഉപേക്ഷിച്ചു പോയ ഒരു സമൂഹത്തോട്, വിദ്യാഭ്യാസമുള്ളവൻ ഉപേക്ഷിച്ചു പോയ ഒരു സമൂഹത്തോട് ഈ പതാക പിടിക്കുന്നു നമ്മുടെ നേതാക്കന്മാരെ പറഞ്ഞത്. ഈ പതാകക്ക് പിറകെ ഒരുമിച്ച് നിൽക്കുന്നു നമ്മുടെ നേതാക്കന്മാരെ പറഞ്ഞത്. അവിടെ നിങ്ങോട്ട് ഈ നാടിന്റെ സകലമാന നന്മകൾക്കൊപ്പവും ലീഗുണ്ടായി. അവിടെ നിങ്ങോട്ട് ഈ ഉമ്മത്തിന്റെ എല്ലാ നന്മക്കൊപ്പവും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടായി. നോക്കൂ നിങ്ങൾ, അലിഗഡ് പോലെ ഒരു കോളേജ് ഈ മലബാറിലെ മാപ്പിളക്ക് വേണമെന്ന് അഭിമന്യനായ സീതി സാഹിബ് സ്വപ്നം കണ്ടു. ഒരു കല്ല് വാങ്ങിക്കാൻ പണമില്ലാതിരുന്ന സമുദായം, ഒരു സെന്റ് ഭൂമി വാങ്ങിക്കാൻ പണമില്ലാതിരുന്ന സമുദായം, അത്രത്തോളം ദാരിദ്ര്യത്തിലകപ്പെട്ട ഒരു സമുദായം, അലിഗഡ് പോലെ ഒരു കോളേജ് എന്റെ സമുദായത്തിന് വേണമെന്ന് അഭിമന്യനായ KM സീതി സാഹിബ് ആഗ്രഹിക്കുമ്പോ ഒരു കല്ല് വാങ്ങാനോ ഒരടി സ്ഥലം വാങ്ങാനോ ഈ സമുദായത്തിന് സമ്പത്തുണ്ടായിരുന്നില്ല. അന്നത്തെ കാലത്താണ് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്ക് സഞ്ചരിക്കാൻ ലീഗ് ഓഫീസിൽ വെച്ചിട്ടുള്ള RC ബുക്ക് എടുത്ത് ആ കാർ വിറ്റതും മെമ്പർഷിപ്പിന്റെ പണം വിറ്റിട്ട് ഒരു കോളേജ് ഉണ്ടാക്കി. ആ കെട്ടിടത്തിന്റെ പേരെഴുതി ഫറൂഖ് കോളേജ് എന്ന്. ഇന്ന് ഫറൂഖ് കോളേജ് ലീഗ് അല്ല ഭരിക്കുന്നത്. ഇന്ന് ആരൊക്കെയോ ചേർന്ന് ഫറൂഖ് കോളേജ് ഭരിക്കുന്നു. അവർ ഭരിക്കട്ടെ. പക്ഷേ അക്ഷര വിദ്യാഭ്യാസമില്ലാത്ത ഒരു ജനതയ്ക്ക് മുൻപിൽ, 4% മാത്രം സാക്ഷരതയുണ്ടായ മലബാറിലെ മാപ്പിള സമൂഹത്തിന് മുൻപിൽ അലിഗഡ് പോലെ ഞങ്ങൾക്കൊരു കോളേജ് വേണം എന്ന് സ്വപ്നം കണ്ടത് അഭിമന്യനായ മുസ്ലിം ലീഗിന്റെ നേതാവ് KM സീതി സാഹിബാൻ. അങ്ങനെ ഉണ്ടാക്കിയതാണ് ഒരുപക്ഷേ കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ വൈജ്ഞാനിക വിപ്ലവത്തിന്റെ ആദ്യ പടി ഉണ്ടായത് അത് ഫറൂഖ് കോളേജിൽ നിന്നാണെങ്കിൽ ആ കോളേജിന്റെ നന്മക്കൊപ്പം സഞ്ചരിച്ച രാഷ്ട്രീയത്തിന്റെ പേര് മുസ്ലിം ലീഗ് എന്നാണ്. നോക്കൂ നിങ്ങൾ, നേരത്തെ മമ്പാടിൽ MES കോളേജ് ഉണ്ട്. അത് MES ഏറ്റെടുക്കും മുൻപേ അത് മുസ്ലിം ലീഗ് ഉണ്ടാക്കിയ കോളേജാണ്. അഭിമന്യനായ പൂക്കോയത്തങ്ങൾ, നിങ്ങളുടെ മുസ്ലിം ലീഗ് ഓഫീസിന് നാമകരണം ചെയ്ത പൂക്കോയത്തങ്ങൾ പ്രസിഡന്റായി നിന്ന് മലപ്പുറത്തൊരു കോളേജ്, അതായിരുന്നു മമ്പാട് കോളേജ്. അഭിമന്യനായ ശിഹാബ് തങ്ങൾ കഴിഞ്ഞ ശേഷം പ്രസിഡന്റായ ഒരു കോളേജ്, അതായിരുന്നു മമ്പാട് കോളേജ്. പിന്നീട് നമ്മൾ MESനെ ഏൽപ്പിച്ചു, MESനോട് നടത്താൻ വേണ്ടി പറഞ്ഞു. അത് കഴിഞ്ഞ് നോക്കൂ നിങ്ങൾ, കേരളത്തിൽ ദയ്യൂബന്ദ് പോലെ ഒരു പണ്ഡിത സ്ഥാപനം വേണമെന്ന് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ ആഗ്രഹിച്ചു. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ ദയ്യൂബന്ദ് പോലെ ഇസ്ലാമിക പാണ്ഡിത്യത്തിന് പണ്ഡിതന്മാർക്ക് അവർക്ക് സർട്ടിഫിക്കറ്റ് കോഴ്സായി അവർക്ക് ബിരുദം നൽകുന്ന ഒരു കോഴ്സ് ഉണ്ടാകണം. അതിനൊരു സ്ഥാപനം വേണം. ബഹുമാനപ്പെട്ട സമസ്ത അത് ആഗ്രഹിച്ചപ്പോ ദയ്യൂബന്ദ് പോലെ ഒരു കോളേജ് എന്നാഗ്രഹിച്ചുകൊണ്ട് നമ്മള് പട്ടിക്കാട് ജാമിയ നൂറിയ അറബിക് കോളേജ് ഉണ്ടാക്കി. ആ കോളേജ് ഉണ്ടാക്കുമ്പോ തറക്കല്ലിനടുത്ത് ബാഫക്കി തങ്ങളുണ്ട്, മുസ്ലിം ലീഗിന്റെ നേതാവാണ്. ആ നന്മക്കൊപ്പം നമ്മളുണ്ടായി. അവിടെ നിന്ന് ബിരുദം വിതരണം ചെയ്യുമ്പോ ഒരു പക്ഷേ സമസ്തയുടെ മെമ്പർഷിപ്പ് ഇല്ലാത്ത, മലയാളിയല്ലാത്ത മുസ്ലിം ലീഗിന്റെ സ്ഥാപക നേതാവ് അഭിമന്യനായ കായിദമിലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് പണ്ഡിതന്മാർക്ക് ബിരുദദാനം നടത്തിയത് അഭിമന്യനായ കായിദമിലത്താണ്. ആ നന്മക്കൊപ്പയും ലീഗ് ഉണ്ടായി. ഈ നാടിന്റെ എല്ലാ നന്മക്കൊപ്പം സഞ്ചരിച്ച രാഷ്ട്രീയത്തിന്റെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. നോക്കൂ നിങ്ങൾ, പുളിക്കലിൽ മദീനത്തുൽ ഉലൂം അറബിക് കോളേജ് ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രബലമായ ആദ്യത്തെ സ്ഥാപനം. അതുണ്ടാക്കുമ്പോ മദീനത്തുൽ ഉലൂം അറബിക് കോളേജിന്റെ വെബ്സൈറ്റ് പരിശോധിച്ചാൽ അതിനെ സ്ഥാപകൻ എന്ന് ആ വെബ്സൈറ്റ് തന്നെ വിശേഷിപ്പിക്കുന്നത് MCC അബൂബക്കർ മൗലവി അവർകളെയാണ്. മുസ്ലിം ലീഗിന്റെ പ്രാസംഗികനായ MCC അബൂബക്കർ മൗലവി. നോക്കൂ നിങ്ങൾ, ഈ മതസംഘടനകളൊക്കെ അവിടെ നന്മകൾ ഉണ്ടാക്കുമ്പോ, അവർ ഈ നാടിന് നന്മകൾ ഉണ്ടാകുമ്പോ അതിന് ചേർന്ന് നിന്ന രാഷ്ട്രീയം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയമാണ്. എല്ലാ നന്മകൾക്കൊപ്പവും നമ്മൾ സഞ്ചരിച്ചു.
ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ, ഇന്ന് നമ്മുടെ ചന്ദ്രിക, മുസ്ലിം ലീഗ് പാർട്ടിയുടെ മുഖപത്രമായ ചന്ദ്രിക, ആ ചന്ദ്രികയിലൂടെയാണ് സമുദായത്തിന്റെ സന്ദേശങ്ങൾ ഈ സമുദായത്തിന്റെ ആളുകൾ വായിച്ചത്. പണ്ഡിതന്മാർ ഈ സമൂഹത്തോട് സംസാരിച്ചത്, പണ്ഡിതന്മാർ ഈ സമുദായത്തോട് സംസാരിച്ചത്, പണ്ഡിതന്മാർ മാസപ്പിറവ് ഉറപ്പിച്ചത്, പണ്ഡിതന്മാർ ഈ സമൂഹത്തോട് ഈ സന്ദേശങ്ങളെ കൈമാറിയത്. എന്തിനേറെ മുസ്ലിം കവിമാർ കവിതകൾ എഴുതിയത് ചന്ദ്രികയുടെ പേജിലൂടെ, മുസ്ലിം എഴുത്തുകൾ എഴുതിയത് ചന്ദ്രികയുടെ പേജിലൂടെ, മുസ്ലിം ചിന്തകന്മാർ അവിടെ ചിന്തകളെ പങ്കുവച്ചത് ചന്ദ്രികയുടെ പേജിലൂടെ, മുസ്ലിം നവോത്ഥാന നായകന്മാർ അവിടെ നവോത്ഥാന ചിന്തകളെ പങ്കുവച്ചത് ചന്ദ്രികയുടെ പേജുകളിലൂടെ. ഇന്ന് കേരളത്തിലെ ഓരോ സമുദായത്തിനും ഓരോ പത്രങ്ങളുണ്ട്, ഓരോ സമുദായത്തിനും ഓരോ ചാനലുകളുണ്ട്, ഓരോ സമുദായത്തിനും വ്യത്യസ്ത മാസികകളുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ മാസികകൾ ഉണ്ടാകുമ്പോ, വ്യത്യസ്തമായ പത്രങ്ങൾ ഉണ്ടാകുമ്പോ, വ്യത്യസ്തമായ ചാനലുകൾ ഉണ്ടാകുമ്പോ ലീഗിനൊരു ആശങ്കയുമില്ല. പക്ഷേ ഇതൊന്നുമില്ലാത്ത കാലത്ത് ഈ സമുദായത്തിന് എഴുതാൻ, ഈ സമുദായത്തിന് പറയാൻ, പണ്ഡിതന്മാർക്ക് സംസാരിക്കാൻ, കവിമാർക്ക് കവിത എഴുതാൻ, ഇവിടുത്തെ ചിന്തകന്മാർക്ക്, നവോത്ഥാന നായകന്മാർക്ക് നവോത്ഥാന ചിന്തകൾ പങ്കുവെക്കാൻ ഒരേ ഒരു ചന്ദ്രികയുള്ള കാലത്ത് ലീഗ് അതിന് അവസരം നൽകി. ലീഗ് ഈ സമൂഹത്തിന്റെ, ലീഗ് ഈ സമുദായത്തിന്റെ എല്ലാം നന്മയോടൊപ്പം നടന്ന രാഷ്ട്രീയമാണ്. ഇന്നെല്ലാ സമുദായങ്ങളും അവരവരുടെ കാലിൽ ഉറച്ചു നിൽക്കാൻ പാകപ്പെടുമ്പോ ഞാൻ ഉറപ്പിച്ചു പറയട്ടെ, എല്ലാ സമുദായവും അവനവന് സ്വന്തമായി പത്രമുണ്ടാക്കി, അവനവന് സ്വന്തമായി ചാനലുകൾ ഉണ്ടാക്കി, അവനവന് സ്വന്തമായി മാസികകൾ ഉണ്ടാക്കി അഭിമാനത്തോടു കൂടി തലയുയർത്തി നിൽക്കുമ്പോ ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ അഭിമാനിക്കുന്നുവെങ്കിൽ ആ പാർട്ടിയുടെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാണ്. നമ്മൾ ആഗ്രഹിച്ചത് അതാണ്. ഈ സമുദായങ്ങളൊക്കെ തലയുയർത്തി നിൽക്കണം, ഈ സമുദായ സംഘടനകളൊക്കെ അഭിമാനത്തിൽ നിൽക്കണം. അവർ അഭിമാനത്തിൽ നിൽക്കാനാണ് കായികമിലെത്ത മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അന്ന് ഈ കൊടി പിടിച്ച് മലബാറിലേക്ക് വന്നത്. ആ കൊടി പിടിച്ച് സീതി സാഹിബ് ഈ നാട്ടിൽ പ്രചരണം നടത്തിയത്, അഭിമന്യനായ CH ഈ നാട്ടിൽ പ്രവർത്തനം നടത്തിയത് ഇങ്ങനെ അഭിമാനത്തോടു കൂടി മുന്നോട്ട് പോകാനാണ്. നേരത്തെ പറഞ്ഞില്ലേ വെള്ളാപ്പള്ളി നടേശൻ, അദ്ദേഹം ഈ മലപ്പുറത്ത് വന്നു. നേരത്തെ വീർപ്പ് മുട്ടുന്ന കഥ നജീബ് പറഞ്ഞു, ഞാൻ ആവർത്തിക്കുന്നില്ല. അദ്ദേഹം തിരിച്ചുപോയി ആലപ്പുഴയിലേക്ക് തിരിച്ചുപോയിട്ട് ആലപ്പുഴയിൽ ഒരു പത്രസമ്മേളനം നടത്തി. അതിന് പിറകെ BJP നേതാക്കന്മാര് പത്രസമ്മേളനം നടത്തി. കുറെ കണക്കെടുത്തു. അവർ പറഞ്ഞു, മുസ്ലിം സമുദായത്തിന് എഞ്ചിനീയറിംഗ് കോളേജ് ഇത്ര എണ്ണം ഉണ്ട്, മുസ്ലിം സമുദായത്തിന് ഇവിടുത്തെ മെഡിക്കൽ കോളേജ് ഇത്ര എണ്ണം ഉണ്ട്, മുസ്ലിം സമുദായത്തിന് എയ്ഡഡ് കോളേജുകൾ ഇത്ര എണ്ണം ഉണ്ട്, മുസ്ലിം സമുദായത്തിന് ഇവിടുത്തെ പാരാമെഡിക്കൽ കോളേജുകൾ ഇത്ര എണ്ണം ഉണ്ട്. ഈ സമുദായം സമ്പന്നമാണ്. പറഞ്ഞ് നമ്മളല്ലല്ലോ, BJP നേതാക്കന്മാർ, വെള്ളാപ്പള്ളി നടേശന്റെ വക്താക്കൾ കണക്കുകൾ വെച്ച് പറഞ്ഞു. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗ് പ്രവർത്തകന്മാരോട് ചോദിക്കട്ടെ, ഇതാ ഇവിടെ മുസ്ലിം സമുദായം സമ്പന്നമാണ് എന്ന് വെള്ളാപ്പള്ളി പറയുമ്പോ, അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ പറയുമ്പോ, ഇവിടുത്തെ ഗവൺമെന്റ് കോളേജുകൾ, ഇവിടുത്തെ എയ്ഡഡ് കോളേജുകൾ, ഇവിടുത്തെ മെഡിക്കൽ കോളേജുകൾ, ഇവിടുത്തെ പാരാമെഡിക്കൽ സെന്ററുകൾ, ഇവിടുത്തെ എഞ്ചിനീയറിംഗ് കോളേജുകൾ, ഈ സമുദായം സമ്പന്നമാണെന്ന് പറയുമ്പോൾ ഒരു കാര്യം അടിവരയിട്ട് പറയട്ടെ, ഈ സമുദായത്തിന്റെ വിദ്യാഭ്യാസ നവോത്ഥാനത്തിന് ആദ്യം ശിലപാകിക്കൊണ്ട് വൈജ്ഞാനിക വിദ്യാഭ്യാസത്തിന്റെ അടിത്തറവാകിയ ഫറൂഖ് കോളേജ് ഉണ്ടാക്കിയ, ആദ്യത്തെ സർവകലാശാല മലപ്പുറം ജില്ലയിൽ ഉണ്ടാക്കിയ, കാലിക്കറ്റ് സർവകലാശാല ഉണ്ടാക്കിയ CH മുഹമ്മദ് കോയയുടെ പാർട്ടിയായിട്ടുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കോഴിക്കോട്ടെ ഓഫീസിനകത്ത് ചെന്നാൽ അവിടുത്തെ ആസ്തി വികസന രജിസ്റ്ററിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഇല്ല. അവിടുത്തെ മുസ്ലിം ലീഗിന്റെ ആസ്തി രജിസ്റ്ററിൽ ഒരു മെഡിക്കൽ കോളേജ് ഇല്ല, ഒരു എയ്ഡഡ് കോളേജ് ഇല്ല. ഈ സമുദായം സമ്പന്നമാണ് എന്ന് പറയുമ്പോ ഈ സമുദായത്തിന്റെ സ്ഥാപനങ്ങൾ ആരുടെ കയ്യിലാണ്? അത് MESന്റെ കയ്യിലാണ്, അത് MSSന്റെ കയ്യിലാണ്, അത് ബഹുമാനപ്പെട്ട സമസ്തയുടെ കയ്യിലാണ്, കാന്തപുരം ഉസ്താദിന്റെ കയ്യിലാണ്, അത് ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്യിലാണ്, അത് കേരള നദ്വത്തുൽ മുജാഹിദിന്റെ കയ്യിലാണ്, അത് ഇവിടുത്തെ മുസ്ലിം ട്രസ്റ്റുകളുടെ കയ്യിലാണ്. എല്ലാവരും സമ്പന്നമായി നിൽക്കുമ്പോ 78 വർഷങ്ങൾക്കിപ്പുറം ആദ്യത്തെ സർവകലാശാല ഉണ്ടാക്കിയ, കേരളത്തിലെ ഒട്ടുമിക്ക സർവകലാശാലയും ഉണ്ടാക്കിയ, കേരളത്തിലെ കോളേജുകൾക്ക് ശിലപാകിയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രണ്ട് കൈയും ഉയർത്തി പറയുന്നു, ഇന്നും ഞങ്ങൾ ദരിദ്രരാണ്, ഞങ്ങൾക്കൊരു എഞ്ചിനീയറിംഗ് കോളേജ് ഇല്ല, മുസ്ലിം ലീഗിന് മെഡിക്കൽ കോളേജ് ഇല്ല, മുസ്ലിം ലീഗിന് ആർട്സ് കോളേജ് ഇല്ല, മുസ്ലിം ലീഗിന് എയ്ഡഡ് കോളേജ് ഇല്ല. ലീഗിന്റെ കയ്യിൽ അങ്ങനെ ഒന്നുമില്ല. മുസ്ലിം നേതാക്കന്മാർ ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, സമുദായ സംഘടനകൾ അതൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ലീഗിനൊരു ആശങ്കയുമില്ല. വെള്ളാപ്പള്ളി നടേശൻ ഈ സമുദായം സമ്പന്നമാണ് എന്ന് പറയുമ്പോ ലീഗ് അല്ല സമ്പന്നമായത്, മുസ്ലിം ലീഗ് അല്ല സമ്പന്നമായത്. നിങ്ങൾ കണക്കെടുത്ത് പരിശോധിക്ക്. സമുദായ സംഘടനകൾ മുഴുവൻ ഈ സ്ഥാപനങ്ങൾ നടത്തുകയാണ്. 1 രൂപ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഏതെങ്കിലും സ്ഥാപനം നടത്തിയിട്ട് അതിന്റെ ക്യാപിറ്റേഷൻ ഫീസിൽ 1 രൂപയുടെ റെസിപ്റ്റ് മുസ്ലിം ലീഗ് പാർട്ടിയുടെ ആസ്ഥാനത്ത് ഇല്ല എന്നത് വർത്തമാനകാലത്ത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ലീഗ് എന്നും നന്മക്കൊപ്പം സഞ്ചരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, നമ്മുടെ പണി എന്താണ്? നമ്മൾ CH സെന്റർ ഉണ്ടാക്കുകയാണ്, അതിന് പിരിവ് നടത്തുകയാണ്, അതിന് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ. ലീഗിന്റെ പണി എന്താണ്? ലീഗ് ആംബുലൻസ് വാങ്ങാൻ, സമൂഹത്തിന് അങ്ങോട്ട് കൊടുത്തുകൊണ്ടേയിരിക്കാൻ.
1 രൂപ ലീഗ് ഉണ്ടാക്കിയിട്ടില്ല. ഏതെങ്കിലും കോളേജിൽ നിന്ന് ലീഗിന് ക്യാപിറ്റേഷൻ ഫീസ് ഉണ്ടോ? അത് വാങ്ങിയിട്ട് ലീഗിന്റെ റെസിപ്റ്റിൽ എഴുതിയിട്ടില്ല. മുസ്ലിം ലീഗ് പാർട്ടിയുടെ ആസ്ഥാനത്തിൽ അങ്ങനെ റെസിപ്റ്റ് ബുക്ക് ഇല്ല. എന്നാൽ എല്ലാ സമുദായത്തിന്റെ കയ്യിലും അത്തരത്തിൽ സംവിധാനങ്ങളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്. ലീഗ് സമൂഹത്തിന് അങ്ങോട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഈ നാടിന്റെ നന്മകൾക്കൊപ്പമൊക്കെ ലീഗ് സഞ്ചരിച്ചു. ഇന്ന് വർത്തമാനകാലത്ത് ലീഗ് എന്തു ചെയ്തു എന്ന് ചോദിക്കുന്നവരോട് നമ്മളൊരു ഉത്തരമേ പറയുന്നുള്ളൂ. ഇതാ ഇവിടെ സമുദായത്തിന്റെ കൃഷിയിടമുണ്ട്. ആ കൃഷിയിടത്തിൽ സമുദായത്തിനകത്ത് വ്യത്യസ്ത കക്ഷികളുണ്ട്. അവിടെ വ്യത്യസ്തമായ കൃഷി ചെയ്യുന്ന കൃഷിക്കാരെ പോലെ ഈ സമുദായ സംഘടനകൾ അവരുടെ വ്യത്യസ്തമായ ആശയങ്ങളെ ഇവിടെ പ്രചരിപ്പിക്കുന്നുണ്ട്. കൃഷിക്കാർക്ക് അതിർത്തർക്കം ഉണ്ടാകുന്നത് പോലെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ സമുദായ സംഘടനകൾ തമ്മിലുണ്ട്. അങ്ങനെ സമുദായ സംഘടനകൾ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനിടയിലേക്ക് ഇടിച്ചു കുത്തിക്കയറാൻ ഏതെങ്കിലും കുറുക്കൻ ബുദ്ധിയുമായി കടന്നു വരുന്നവർക്ക് ഈ മുസ്ലിം സമുദായത്തിന്റെ കൃഷിയിടത്തിന് മുമ്പിൽ ഒരു വേലിക്കെട്ടായി നിൽക്കുന്ന വൻമതിലിന്റെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. ഇതൊരു മതിലാണ്, ഈ സമുദായത്തിന്റെ കൃഷിയിടത്തിന്റെ ഒരു ചുറ്റുമതിൽ. സമുദായത്തിന്റെ ആന്തരിക തർക്കത്തിൽ ലീഗിന് അവകാശവാദങ്ങളില്ല. അവിടെ ആർക്കുമാകാം കൈ എവിടെ കെട്ടണം, എത്ര നിസ്കരിക്കണം, എന്ത് കൊടുക്കണം, സകാത്ത് എങ്ങനെ കൊടുത്താൽ അത് റെഡിയാകും, അതൊക്കെ സമുദായത്തിനകത്ത് സമുദായ സംഘടനകൾ തീർക്കുക. ലീഗിന്റെ ഡ്യൂട്ടി എന്താണ്? സമുദായത്തിന് ചുറ്റുമതിലായി നിൽക്കുക. ഇതിനകത്തേക്ക് ആരെങ്കിലും ഇതിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വന്നാൽ ആ കൈകളെ പിടിച്ചു കെട്ടുന്ന രാഷ്ട്രീയത്തിന്റെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. നാളിതുവരെ ആ ദൗത്യമാണ് ലീഗ് നിർവഹിച്ചു വന്നത്. ലീഗ് സമ്പന്നമല്ലല്ലോ, ലീഗ് സമ്പത്തുണ്ടാക്കിയില്ലല്ലോ. ലീഗ് അന്നും ഇന്നും ഒരേ ആവശ്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനാണ് മുസ്ലിം ലീഗ് പാർട്ടി എന്ന് ബഹുമാനിയായ MI തങ്ങൾ എഴുതി വെക്കപ്പെടുന്ന ഒരു കാര്യമുണ്ട്. എന്തിനാണ് ലീഗ് MI തങ്ങൾ പറയാൻ? MI തങ്ങൾ പറഞ്ഞത്, ഒരു ജനാധിപത്യ രാജ്യത്തിനകത്ത് ഒരു ജനാധിപത്യ പ്രക്രിയയിലൂടെ ആ രാജ്യത്തിന്റെ ഭൂരിപക്ഷം ആ രാജ്യത്ത് അധികാരത്തിൽ വന്നാൽ അവിടുത്തെ ന്യൂനപക്ഷത്തിന്റെ പേരിൽ ആ ഭൂരിപക്ഷം അവരുടെ ചിന്തകളെ അടിച്ചേൽപ്പിക്കപ്പെടുമ്പോ അതേ ജനാധിപത്യ പ്രക്രിയയിലൂടെ ആ ഭൂരിപക്ഷത്തോട് കലഹിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. MI തങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. തങ്ങൾ പറഞ്ഞത്, ഒരു ജനാധിപത്യ പ്രക്രിയയിലൂടെ ആ രാജ്യത്തെ ഭൂരിപക്ഷ ചിന്തകളവർ അധികാരത്തിൽ വന്നാൽ അവർ ന്യൂനപക്ഷത്തിന്റെ പേരിൽ ഭൂരിപക്ഷത്തിന്റെ ചിന്തകളെ അടിച്ചേൽപ്പിക്കപ്പെടുമ്പോ അതേ ജനാധിപത്യ പ്രക്രിയയിലൂടെ ആ രാജ്യത്തിന്റെ ന്യൂനപക്ഷം ഭൂരിപക്ഷത്തോട് കലഹിക്കുന്ന രാഷ്ട്രീയത്തിന്റെ പേരാണ് ലീഗ്. നോക്കൂ നിങ്ങൾ, ഇന്ത്യ മോഡി ഭരിക്കുമ്പോ, ഇന്ത്യ അമിത് ഷാ ഭരിക്കുമ്പോ എന്താണ് ലീഗ്? MI തങ്ങൾ പറയുന്നു, ഒരു ജനാധിപത്യ രാജ്യത്തിൽ എന്ന് വെച്ചാൽ ഇന്ത്യക്കകത്ത് ഒരു ജനാധിപത്യ പ്രക്രിയയിലൂടെ ലോകസഭാ തെരഞ്ഞെടുപ്പിലൂടെ ആ രാജ്യത്തെ ഭൂരിപക്ഷ ചിന്തയുള്ളവർ, ഇന്ത്യയിലെ സംഘപരിവാറുകാർ അവർ അധികാരത്തിൽ വന്നാൽ, മോഡി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായാൽ, അമിത്ഷാ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായാൽ, അതേ ജനാധിപത്യ പ്രക്രിയയിലൂടെ എന്ന് വെച്ചാൽ അതേ ലോകസഭാ തെരഞ്ഞെടുപ്പിലൂടെ ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് എത്തി മലപ്പുറത്ത് നിന്ന് ET മുഹമ്മദ് ബഷീറായും പൊന്നാനിയിൽ നിന്ന് അബ്ദുസമദ് സമദാനിയായും അതേ പാർലമെന്റിലേക്ക് ചെന്ന് ആ ഭൂരിപക്ഷ ചിന്തയുള്ളവരെ എന്ന് വെച്ചാൽ നരേന്ദ്രമോദിയോടും അമിത്ഷായോടും വഖഫ് നടപ്പാക്കാൻ അനുവദിക്കില്ലടോ എന്ന് പറയുന്ന രാഷ്ട്രീയത്തിന്റെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. MI തങ്ങൾ പറഞ്ഞു വെച്ചതാണ്. നോക്കൂ, കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ എന്താണ് ലീഗ്? MI തങ്ങൾ പറഞ്ഞത്, ഒരു ജനാധിപത്യ പ്രക്രിയയിലൂടെ എന്ന് വെച്ചാൽ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ ഭൂരിപക്ഷ ചിന്തയുള്ളവർ കേരളത്തിൽ അവർ കമ്മ്യൂണിസ്റ്റുകളാണ്. അവർ അധികാരത്തിൽ വന്നാൽ അവിടെ ഭൂരിപക്ഷ ചിന്തകളെ എന്ന് വെച്ചാൽ മതനിരാസത്തെ, ലിബറലിസത്തെ, നേരത്തെ പറഞ്ഞ പുതിയ ഇസങ്ങളെ, നമ്മുടെ കുട്ടികളുടെ പാഠപുസ്തകങ്ങളിലേക്ക് നിരീശ്വരവാദത്തെ കുത്തിനിറക്കപ്പെടുമ്പോ അതേ ജനാധിപത്യ പ്രക്രിയയിലൂടെ എന്ന് വെച്ചാൽ അതേ നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ മലപ്പുറത്ത് നിന്ന് P ഉബൈദുള്ളയായി, വേങ്ങരയിൽ നിന്ന് PK കുഞ്ഞാലിക്കുട്ടിയായി നിയമസഭക്കകത്ത് ചെന്ന് അരുതെന്ന് പറയുന്ന രാഷ്ട്രീയത്തിന്റെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ലീഗ് എന്തിന് എന്ന ചോദ്യത്തിന് എത്ര മനോഹരമായി MI തങ്ങൾ മറുപടി പറഞ്ഞു. ഇപ്പൊ വഖഫ് ഒരു വലിയ വിഷയമാണ്. ഇന്നും രാജ്യത്തിന്റെ കോടതിയിൽ ഇന്നും ഇന്നലെയുമായി അതുമായി ബന്ധപ്പെട്ട കോടതി വ്യവഹാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗ് പാർട്ടി വഖഫുമായി ബന്ധപ്പെട്ട് വലിയ സമരം നടത്തി. നമ്മൾ കോടതിയിൽ ഹർജി നൽകി. അപ്പൊ ചില ആളുകൾ ചോദിക്കാണ്, ചില സൈബർ ഗുണ്ടകൾ അവർ ചോദിക്കാണ്, ലീഗിന്റെ വക്കീൽ ആരാണ്? നമ്മൾ പറഞ്ഞു കപിൽ സിബലാണ്. കപിൽ സിബൽ ലീഗിന്റെ വക്കീലല്ലോ, അത് ജമിയത്തുൽ ഉലമ ഹിന്ദിന്റെ വക്കീലല്ലേ? അല്ലെങ്കിൽ കപിൽ സിബൽ അല്ലല്ലോ ലീഗിന്റെ വക്കീല്. നിങ്ങൾ എത്രാമത്തെ കക്ഷിയാണ്? 1 നിങ്ങളല്ലല്ലോ, 2 ഞങ്ങളാണല്ലോ, 3 നിങ്ങളല്ലല്ലോ, 4 ഞങ്ങളാണല്ലോ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഞാനൊരു കാര്യം ഉറപ്പിച്ചു പറയാം. എന്താണ് വഖഫ് ബില്ലിന്റെ, അമെൻമെന്റ് ബില്ലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുഴപ്പം? ഒരു പടി വിഷയങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഞാൻ ഇവിടെ നിൽക്കുന്ന ലീഗുകാരോട് ഒറ്റ കാര്യം പറയാം.
ഇവിടെ ഈ ഭൂമിയിൽ, അള്ളാഹുവിന്റെ ഭൂമിയിൽ ഒരു തുണ്ട് ഭൂമി രജിസ്ട്രേഷൻ ഇല്ലാത്ത, ഇവിടുത്തെ വില്ലേജ് ഓഫീസിൽ ഒരു സെന്റ് ഭൂമിക്ക് നികുതി അടയ്ക്കാത്ത സാധാരണക്കാരനും ഈ മണ്ണിൽ അവകാശപ്പെട്ട ഒരു ഭൂമിയുണ്ട്. അത് ഇവിടുത്തെ പള്ളി ജുമാ മസ്ജിദിലെ ഖബർസ്ഥാനിലെ 6 അടി മണ്ണാണ്. ആ 6 അടി മണ്ണ് എനിക്കും നിങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. അതിന് മുസൽമാന് അവകാശപ്പെട്ടതാണ്. അതിന് നികുതി ഷീട്ട് വേണ്ട, അതിന് ഏതെങ്കിലും തരത്തിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അതിന് അഗ്രിമെന്റുകൾ വേണ്ട, ആധാരവും വേണ്ട. എന്നാൽ ആ പള്ളിയിലെ ഖബർസ്ഥാൻ എന്ന് പറയുന്നത് എന്റെ പൂർവ്വപിതാവിൻ്റെതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഈ പ്രദേശത്തെ, ഈ ഒളമതിൽ പ്രദേശത്തെ ഏതെങ്കിലും ഒരാൾ ഒരു വെള്ള പേപ്പറിൽ ഒരു പരാതി എഴുതിയിട്ട് തൊട്ടപ്പുറത്തെ മലപ്പുറം കളക്ടറേറ്റിൽ കൊണ്ടു കൊടുത്താൽ, ഒരു തെളിവും വേണ്ട, ഒരു പരാതി വെള്ള പേപ്പറിൽ കൊടുത്താൽ തൊട്ട് പിറ്റേ ദിവസം മുതൽ അത് തർക്കഭൂമിയാണ്. അവിടേക്ക് മയ്യത്ത് കൊണ്ടുപോകാൻ സാധ്യമല്ല, അവിടേക്ക് പ്രാർത്ഥിക്കാൻ ഒരാൾക്ക് കടക്കുക സാധ്യമല്ല. കാരണം പുതിയ വഖഫ് അമെൻമെന്റ് ബില്ല് പ്രകാരം അതൊരു തർക്കഭൂമിയാണ്. ഏറ്റവും ചുരുങ്ങിയത് ഇതാണ് വഖഫ് ബില്ലിന്റെ ഏറ്റവും ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട അപകടങ്ങളിൽ ഒന്ന്. ഇനി മറ്റനേകം പ്രശ്നങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നത്, ലീഗിന്റെ വക്കീൽ ആരാണ് എന്ന് സൈബർ ഗുണ്ടകൾ ചോദിക്കുമ്പോൾ, സോഷ്യൽ മീഡിയയിൽ ലീഗ് എത്രാമത്തെ ഹർജിക്കാരനാണ് എന്ന് ചോദിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ഉറപ്പിച്ചു പറയാം. ഈ രാജ്യത്തിന്റെ നീതിപീഠത്തിന് മുമ്പിൽ 84 ഹർജികൾ ഉണ്ടാകുമ്പോൾ അതിലൊന്ന് ലീഗിൻ്റെതാണ്, കോൺഗ്രസിൻ്റെതുണ്ട്, CPM-ൻ്റെതുണ്ട്, CPI-യുടേതുണ്ട്, ആം ആദ്മി പാർട്ടിയതുണ്ട്, അതുപോലെ DMK-യുടേതുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടേതുണ്ട്. ഇപ്പുറത്ത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടേതുണ്ട്, കേരള നദ്വത്തുൽ മുജാഹിദിൻ്റെതുണ്ട്, ഇവിടുത്തെ ജമിയത്തുൽ ഉലമ ഹിന്ദിൻ്റെതുണ്ട്, ആൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൻ്റെതുണ്ട്. എല്ലാ മതസംഘടനകളും ഹർജി കൊടുത്തിട്ടുണ്ട്. ലീഗിന്റെ ഹർജി എത്രാമതാണെന്ന് ചോദിക്കുന്നവർ, ലീഗിന്റെ വക്കീല് ആരാണ് എന്ന് അന്വേഷിക്കുന്നവരോട് ഒരു കാര്യം ഞങ്ങൾ പറയാം. 84 ഹർജിക്കാരിൽ ലീഗിനെ അങ്ങ് മാറ്റി നിർത്തിക്കോ. ബാക്കി 83 ഹർജിക്കാരിൽ ആ ഹർജിക്കാരെ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ എന്റെയും നിങ്ങളുടെ മയ്യത്ത് കൊണ്ടുവെക്കാനുള്ള ഖബർസ്ഥാന്റെ മുന്നിൽ പോലും വാദമുന്നയിക്കാൻ കഴിയുന്ന ഈ ബില്ല് അത് ആന്റി കോൺസ്റ്റിറ്റ്യൂഷണലാണ്. അതൊരു വാദമാണ്. കോടതിയിൽ ഇന്നും ഇന്നലെയും വാദം നടക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാദം ഇത് ഭരണഘടനാ വിരുദ്ധമാണ്. എന്താ കാരണം? ആർട്ടിക്കിൾ 25, 26, 27, 28 ഇത് രാജ്യത്തെ ന്യൂനപക്ഷാവകാശത്തിനെതിരാണ്. ഇതാണ് എല്ലാ സംഘടനകളും പറഞ്ഞത്. എല്ലാ സംഘടനകളും പറഞ്ഞ ഇതാണ്. ലീഗ് എവിടെ എന്ന് ചോദിക്കുന്നവരോട്, ലീഗിന്റെ വക്കീല് ആര് എന്ന് ചോദിക്കുന്നവരോട്, ലീഗ് എത്രാമതായി ഫയൽ ചെയ്തു എന്ന് ചോദിക്കുന്നവരോട്, ഞങ്ങളുടെ ഹർജിയെ 4 വലിച്ചു കയറി കേരള ഹൈക്കോടതിയുടെ വേസ്റ്റ് ബിന്നിലേക്ക് ഇട്ടാൽ അവശേഷിക്കുന്ന 83 ഹർജിക്കാർ പറഞ്ഞ ആന്റി കോൺസ്റ്റിറ്റ്യൂഷണൽ ബിക്കോസ് ഓഫ് ദി വയലേഷൻ ഓഫ് ഇന്ത്യൻ ആർട്ടിക്കിൾ 25, 26, 27 എന്ന് എണ്ണി പറയുമ്പോൾ ആ ഭരണഘടനാ നിയമങ്ങൾ രാജ്യത്തിന്റെ ഭരണഘടനയിൽ എഴുതി ചേർക്കപ്പെട്ട രാഷ്ട്രീയത്തിന്റെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് ഓർക്കുന്നത് നല്ലതാണ്. ലീഗ് ഇന്ന് ആർക്ക് ആവശ്യമില്ല എന്നാരെങ്കിലും പറയുന്നുവെങ്കിൽ നമ്മൾ അവരെ ഓർമ്മപ്പെടുന്നത് അത് എഴുതി ചേർക്കപ്പെട്ട രാഷ്ട്രീയത്തിന്റെ പേരാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. അവിടെ മാത്രമാണോ ലീഗ് കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിയാണോ? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, റോഡുണ്ടാക്കും രാഷ്ട്രീയ പാർട്ടികൾ, തോടുണ്ടാക്കും രാഷ്ട്രീയ പാർട്ടികൾ, അംഗനവാടിയും നഴ്സറിയും ഉണ്ടാക്കും, കോളേജും സ്കൂളും യൂണിവേഴ്സിറ്റിയും ഉണ്ടാക്കും രാഷ്ട്രീയ പാർട്ടികൾ. പക്ഷേ പള്ളിയിൽ ബാങ്ക് വിളിക്കാൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഇടപെടുമോ? അങ്ങനെയെങ്കിൽ അങ്ങനെ ഇടപെട്ടാൽ അത് കേവലമായ രാഷ്ട്രീയ പാർട്ടിയാണോ? നിങ്ങൾ പരിശോധിക്ക്. അല്പം മുൻപല്ലേ ഇഷാ ബാങ്ക് കൊടുത്തത്? പള്ളിയുടെ മെഹ്റാബിൽ നിന്ന് ഉസ്താദ് ബാങ്ക് വിളിക്കുമ്പോ അത് പള്ളി മിനാരത്തിൽ നിന്ന് മനോഹരമായി നമ്മുടെ കർണപഥത്തിലേക്ക് വരുമ്പോ ആ ബാക്കിന്റെ പിറകിൽ നമുക്കൊരു കഥ പറയാനുണ്ട്. നമ്മൾ 956 നവംബർ 1 കേരളപ്പിറവി നടക്കുമ്പോ, കേരളമുണ്ടാകുമ്പോ, കേരളത്തിലെ നിയമസഭയിൽ താന്നൂരിൽ നിന്ന് ഒരു നിയമസഭാ സാമാജികൻ അദ്ദേഹം എണീറ്റ് നിന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഇന്നലെ വരെ മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു. അള്ളാഹുവിനെ സുജൂദ് ചെയ്യാൻ ഞങ്ങൾക്ക് പള്ളികൾ ഉണ്ടാക്കാൻ, അള്ളാഹുവിന്റെ നമസ്കാര സമയം ഓർമ്മപ്പെടുത്താൻ, ഞങ്ങൾക്ക് ബാങ്ക് വിളിക്കാൻ മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായി അവകാശമുണ്ടായിരുന്നില്ല. ഇതാ കേരളം ഒരു പുതിയ സ്റ്റേറ്റായി വരികയാണ്. ഞങ്ങളുടെ ഈ അവകാശങ്ങളെ ഈ രാജ്യം അംഗീകരിച്ചു, ഈ നാട് അംഗീകരിച്ചു തരണം എന്ന് കേരളത്തിലെ നിയമസഭക്കകത്ത് ആദ്യമായി അവകാശവാദം ഉന്നയിച്ച രാഷ്ട്രീയ നേതാവിന്റെ പേര് CH മുഹമ്മദ് കോയ എന്നാണ്. ലീഗ് കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിയാണോ? റോഡും തോടും പാലവും ഉണ്ടാക്കുന്ന കേവലം രാഷ്ട്രീയ പാർട്ടിയാണോ ലീഗ്? അതോ അത് വിശ്വാസത്തിന്റെ ഭാഗമാണോ? പരിശോധിക്കപ്പെടേണ്ടതാണ്. ഓരോ വിശ്വാസിയും പരിശോധിക്കേണ്ടതാണ്. ഞാൻ സുദീർഘമായി അതിലേക്ക് കടക്കുന്നില്ല. നോക്കൂ നിങ്ങൾ, എന്താ കേരളത്തിന്റെ മതപ്രബോധന രംഗത്തെ ഏറ്റവും വലിയ സവിശേഷത എന്താണ്? ആ സവിശേഷത എന്ന് പറയുന്നത് ഇവിടുത്തെ മദ്രസ സിസ്റ്റമാണ്. ഇവിടുത്തെ മദ്രസ സിസ്റ്റമാണ്. എന്താ ഇവിടുത്തെ മദ്രസ സിസ്റ്റത്തിന്റെ പ്രത്യേകത? സൗദി അറേബ്യ, പരിശുദ്ധ മക്കയും വിശുദ്ധ മദീനയുമുള്ള സൗദി അറേബ്യ,
ഒരു പക്ഷേ ലോക മുസൽമാൻ 5 നേരം സുജൂദ് ചെയ്ത് കാത്തിരിക്കുന്ന വിശുദ്ധ മക്ക, ആ കഅബയുള്ള മക്ക, പുണ്യ റസൂലിന്റെ മദീനയുള്ള, പുണ്യ റസൂലിന്റെ മദീന, ഇതുള്ള സൗദി അറേബ്യ, അവിടെ ഇല്ലാത്ത ഒരു സവിശേഷതയാണ് കേരളത്തിനുള്ളത്. അത് ദീനിയാത്തും അമലിയാത്തും പഠിപ്പിക്കാൻ, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ, നമുക്ക് നമസ്കാരത്തിലെ ഫാത്തിഹ പഠിപ്പിക്കാൻ നമുക്കൊരു മദ്രസ സിസ്റ്റം ഉണ്ട്. ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു, കേരളത്തിൽ ഇങ്ങനെ ഒരു മദ്രസ സിസ്റ്റം ഉണ്ടാകുമ്പോൾ അതിന് നേതൃത്വം കൊടുത്തത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡാണെങ്കിൽ, ആ വിദ്യാഭ്യാസ ബോർഡിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ മദ്രസകൾ സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അതിന് നേതൃത്വം കൊടുത്തത് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ എന്ന നേതാവാണ്. ആ ബാഫക്കി തങ്ങൾ പിടിച്ച കൊടി മുസ്ലിം ലീഗിന്റെ കൊടിയാണ്. ഇത് കേവലം റോഡുണ്ടാക്കിയ പാർട്ടിയാണോ? ഇത് കേവലം തോടുണ്ടാക്കിയ പാർട്ടിയാണോ? ഇത് കേവലം അംഗനവാടികളും നഴ്സറികളും സ്കൂളുകളും ഉണ്ടാക്കിയ പാർട്ടിയാണോ? അല്ല, ഇതിനൊരു സവിശേഷതയുണ്ട്. നോക്കൂ നിങ്ങൾ, ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തോട് എനിക്കും നിങ്ങൾക്കും പോരടിക്കാൻ എപ്പോഴാണ് സാധ്യമാവുക? എന്റെയും നിങ്ങളുടെയും വിശ്വാസം പൂർണ്ണമാവുക ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തെ അംഗീകരിക്കുമ്പോഴാണ് എന്ന് വിശുദ്ധ ഇസ്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അതേ ഇസ്ലാം പറയുന്നു, നിന്റെ വിശ്വാസ പ്രമാണങ്ങൾ, നിന്റെ ശരീഅത്തിന് ഈ ഗവൺമെന്റ് വിഘാതമായി നിന്നാൽ ഗവൺമെന്റിനോട് നിന്നെ കേറ്റുമുട്ടാം എന്ന് വിശ്വാസം പറയുകയാണ്, മതം പറയുകയാണ്. ആ ശരീഅത്ത് രാജ്യം ചോദ്യം ചെയ്യപ്പെട്ടില്ലേ? ആ ശരീഅത്ത് രാജ്യത്ത് ചോദ്യം ചെയ്തില്ലേ? ആ ശരീഅത്ത് ചോദ്യം ചെയ്യുമ്പോൾ, ആ ശരീഅത്ത് ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ ഈ രാജ്യത്ത് വലിയ പ്രക്ഷോഭം നടന്നു. ആ പ്രക്ഷോഭത്തിന് ഇന്ത്യയുടെ പാർലമെന്റിൽ നേതൃത്വം കൊടുത്തത് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരായിരുന്നില്ലേ? ഈ രാഷ്ട്രീയം കേവലമായ റോഡും തോടും ഉണ്ടാക്കുന്ന രാഷ്ട്രീയമാണോ? അതോ നിന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണോ? നമ്മൾ ആലോചിക്കേണ്ടതാണ്. നോക്കൂ നിങ്ങൾ, ഈ രാജ്യത്തെ ന്യൂനപക്ഷ പദവി, ഇവിടുത്തെ സ്ഥാപനങ്ങൾ, ഇവിടുത്തെ അറബിക് കോളേജുകൾ, ഇവിടുത്തെ ഇംഗ്ലീഷ് മീഡിയങ്ങൾ, ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റി നടത്തുന്ന സ്ഥാപനങ്ങൾ എല്ലാം മൈനോറിറ്റി സ്റ്റാറ്റസ് ആണ്, മുസ്ലിം പദവിയാണ്. അലിഗഡ് മുസ്ലിം ക്യാമ്പസിന്റെ മുസ്ലിം പദവി എടുത്തു കളയാൻ വേണ്ടി ഈ രാജ്യത്തിന്റെ പാർലമെന്റ് തീരുമാനിക്കുമ്പോ രാജ്യത്തിന്റെ കായിക മന്ത്രി കോഴിക്കോട്ട് വന്നു. PT ഉഷയ്ക്ക് സ്വർണ്ണ മെഡൽ നഷ്ടപ്പെട്ടു പോയതിന്റെ വേദനയിൽ നിൽക്കുമ്പോ അവർക്ക് അവാർഡ് കൊടുക്കാൻ വന്നതാണ്, വെള്ളി മെഡൽ അവാർഡ് കൊടുക്കാൻ വന്നതാണ്. ആ സമയത്ത് കോഴിക്കോട്ട് വെച്ച് അന്നത്തെ കേന്ദ്ര സ്പോർട്സ് മന്ത്രി പറഞ്ഞു, ഇന്ത്യയുടെ പാർലമെന്റിൽ പ്രായമായ വയോധികനായ നിങ്ങളുടെ നാട്ടുകാരനായ ഒരു MP, ആ MP പാർലമെന്റിന്റെ പിറകിലെ സീറ്റിൽ നിന്ന് മുൻപിലേക്ക് ഓടി വന്ന് ഒരു ബില്ല് അവതരണ വേളയിൽ അത് വലിച്ചുകീറി പാർലമെന്റിലേക്ക് എറിഞ്ഞിരുന്നു. അയാളുടെ പോലെ ഒരു ആവേശം കൂടി PT ഉഷയ്ക്കുണ്ടായിരുന്നുവെങ്കിൽ ഈ നാടിന് ഒരു ഗോൾഡ് മെഡൽ ലഭിക്കുമായിരുന്നു എന്ന് അന്ന് കേന്ദ്ര സ്പോർട്സ് മന്ത്രി പറഞ്ഞു. ആരെക്കുറിച്ചാ പറഞ്ഞെന്നറിയോ? ആരെക്കുറിച്ചാ പറഞ്ഞത്? ഈ രാജ്യത്തിന്റെ സ്ഥാപനങ്ങളുടെ മൈനോറിറ്റി സ്റ്റാറ്റസ് എടുത്തു കളയാൻ വേണ്ടി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജ്യത്തിന്റെ പാർലമെന്റിനകത്ത് ബില്ല് പാസ്സാക്കുമ്പോ പിറകിലെ സീറ്റിൽ നിന്ന് കിതച്ചോടി വന്ന് മുൻപിലെ സീറ്റിലേക്ക് ഓടി വന്നിട്ട് ആ പാർലമെന്റിൽ നിന്ന് ആ ബില്ല് വാങ്ങി വലിച്ചു കയറി പാർലമെന്റിന്റെ നടുക്കളത്തിലേക്ക് വലിച്ചെറിഞ്ഞ് ഞാനുള്ളപ്പോൾ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് ഇബ്രാഹിം സുലൈമാൻ സേട്ട്, ആ സെട്ട് പിടിച്ച കൊടി മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടിയായിരുന്നു. ഇത് കേവലം റോഡുണ്ടാക്കുന്ന പാർട്ടി ആയിരുന്നില്ലല്ലോ, ഇത് കേവലം തോടുണ്ടാക്കുന്ന പാർട്ടിയായിരുന്നില്ല. എന്റെയും നിങ്ങളുടെയും അഭിമാനമായിട്ടുള്ള ഇത്തരം സ്ഥാപനങ്ങൾക്ക് കാവലിരുന്ന പാർട്ടിയാണ്. ആ പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ സഹപ്രവർത്തകരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ഇരുട്ടുമൂടിയ കാലത്ത്, ഈ ഇരുട്ടുമൂടുന്ന കാലത്ത് അഭിമാനത്തോടു കൂടി ഈ രാഷ്ട്രീയത്തെ ചേർത്ത് വെക്കാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകേണ്ടതുണ്ട്. എനിക്കും നിങ്ങൾക്കും സാധ്യമാകേണ്ടതുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ ഈ നാടിന്റെ നന്മയോടൊപ്പം സഞ്ചരിച്ച രാഷ്ട്രീയത്തിന്റെ പേരാണ് ലീഗ്. ഈ രാജ്യത്തിന്റെ നന്മയോടൊപ്പം സഞ്ചരിച്ച രാഷ്ട്രീയത്തിന്റെ പേരാണ് ലീഗ്. നോക്കൂ നിങ്ങൾ, ലീഗ് രാഷ്ട്രീയം അധികാരമുള്ള സമയത്ത് നമ്മൾ ചെയ്തു വെച്ച പ്രവർത്തനങ്ങൾ, അധികാരമില്ലാത്ത ലീഗ് ചെയ്തു വെച്ച പ്രവർത്തനങ്ങൾ, എത്ര കാലമാണ് കേരളത്തിൽ ലീഗിന് അധികാരമുണ്ടായത്? 52 ദിവസമല്ലേ നമ്മൾ മുഖ്യമന്ത്രി പദത്തിലിരുന്നത്? കേവലം 52 ദിവസം. എന്നാൽ CPM 31 വർഷക്കാലം കേരളത്തിന് മുഖ്യമന്ത്രിയായി. 31 വർഷക്കാലം കേരളത്തിന് മുഖ്യമന്ത്രിയായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 26 വർഷക്കാലം കേരളത്തിന് മുഖ്യമന്ത്രിയായി. CPI ഈ രാജ്യത്ത് 7.5 വർഷക്കാലം അവരും കേരളത്തിന് മുഖ്യമന്ത്രിയായി. കേവലം 52 ദിവസക്കാലം മാത്രം മുഖ്യമന്ത്രിയായ പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. 107 തവണ മന്ത്രിപദം കൈകാര്യം ചെയ്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 74 തവണ CPM മന്ത്രിപദം കൈകാര്യം ചെയ്തു. എന്തിനേറെ 50ലധികം തവണ CPI കേരളത്തിലെ മന്ത്രിപദവി കൈകാര്യം ചെയ്തു. എന്നാൽ ലീഗ് മന്ത്രിപദവി കൈകാര്യം ചെയ്തത് കേവലം 21 തവണ മാത്രമാണ്. ഒരു കൊച്ചു പാർട്ടിയാണ് ലീഗ്. കേരളത്തിലെ മറ്റു പാർട്ടികൾ വെച്ച് നോക്കുമ്പോൾ ഒരു കൊച്ചു പാർട്ടിയാണ്. നമ്മൾ ഏറ്റവും കുറവ് അധികാരം കൈകാര്യം ചെയ്ത പാർട്ടി. എന്നാൽ ലീഗ് അധികാരത്തിലുള്ളപ്പോ നിങ്ങൾ പരിശോധിക്ക്, ഈ നാട്ടിൽ
1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ സൗജന്യ വിദ്യാഭ്യാസം നടപ്പിലാക്കിയത് ലീഗ്. സൗജന്യ വിദ്യാഭ്യാസം നടപ്പിലാക്കിയത് ലീഗ്. +1 +2 സൗജന്യ വിദ്യാഭ്യാസം നടപ്പിലാക്കിയത് ലീഗ്. ഇവിടുത്തെ യൂണിവേഴ്സിറ്റികൾ, കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ലീഗിന്റെ നേതാവ് ഇ അഹമ്മദ് സാഹിബ് ഉണ്ടാക്കിയത്, കണ്ണൂർ യൂണിവേഴ്സിറ്റി ET മുഹമ്മദ് ബഷീർ സാഹിബ് ഉണ്ടാക്കിയത്, കോഴിക്കോട് സർവകലാശാല CH മുഹമ്മദ് കോയ സാഹിബ് ഉണ്ടാക്കിയത്, തൊട്ടപ്പുറത്ത് തിരൂരിൽ മലയാളം സർവകലാശാല PK അബ്ദുറബ് ഉണ്ടാക്കിയത്, കുസാറ്റ് യൂണിവേഴ്സിറ്റി CH ഉണ്ടാക്കിയത്, കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി പ്രിയങ്കനായ PK അബ്ദുറബ് സാഹിബ് ഉണ്ടാക്കിയത്. അഭിമന്യനായ തങ്ങളവറുകൾ നമ്മുടെ ഈ ചടങ്ങിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അഭിമന്യനായ തങ്ങളവറുകൾ എത്തി. നമ്മുടെ ഓഫീസ് ഉദ്ഘാടനത്തിലേക്ക് തങ്ങൾ പോവുകയാണ്. എല്ലാവരും തങ്ങളെ അനുഗമിച്ചു.